കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി വേളി മൈതാനത്ത് പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിൽ പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയതിനെതിരെ സംഘാടകരുടെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ എത്തുന്നുണ്ട്. ഹൈക്കോടതി ഇന്ന് ആ ഹർജി പരിഗണിക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയെന്ന് കഴിഞ്ഞ ആഴ്ച കോടതി ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് എന്ന കാരണം ഇപ്പോൾ എന്തായാലും ഇന്ന് പോലീസ് കോടതിയെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീഷ് ഉണ്ട്. ജീഷ്, ഇത് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ആഘോഷമാണ്, ചടങ്ങാണ്. എന്തുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വിലക്ക് ഏർപ്പെടുത്തി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? ഉമേഷ്, പുതുവത്സര ആഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി. അവിടെ പപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ വിട ചൊല്ലി പുതിയ വർഷത്തെ സ്വീകരിക്കുന്നത് തന്നെയാണ് വലിയൊരു ആഘോഷം. ഫോർട്ട് കൊച്ചിയിലെ ആഘോഷം എന്ന് പറയുന്നത് എല്ലാ വർഷവും പരേഡ് മൈതാനത്താണ് ഇത്തരത്തിൽ പപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് അർദ്ധരാത്രി 12 മണിക്ക് പപ്പാഞ്ഞിയെ കത്തിച്ചുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ തവണയും വെളി മൈതാനത്ത്, അതായത് പരേഡ് മൈതാനിക്ക് പുറമെ വെളി മൈതാനത്ത് കൂടി ഒരു കൂറ്റൻ പപ്പാഞ്ഞിയെ ഉയർത്താൻ ശ്രമിച്ചിരുന്നു. ഗാലേഡി എന്ന ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിലായിരുന്നു, അത്തരത്തിലുള്ള ഗാലേഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിലായിരുന്നു അങ്ങനെ ഉയർത്താൻ ശ്രമിച്ചത്. അന്നും പോലീസ് അത് തടഞ്ഞു. ഇത്തവണ വീണ്ടും 40 അടി ഉയരമുള്ള വലിയ കൂറ്റൻ പപ്പാഞ്ഞിയായിരുന്നു ഈ ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഉയർത്തിയിരുന്നത്. എന്നാൽ പോലീസ് ഇത് സുരക്ഷാ കാരണങ്ങളാണ് പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അവർ പറയുന്നത് തൊട്ടപ്പുറത്ത് പരേഡ് ഗ്രൗണ്ടിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെയും പപ്പാഞ്ഞിയെ കത്തിക്കുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകും. 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ പരേഡ് ഗ്രൗണ്ടിൽ മാത്രം പോലീസിന് വിന്യസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥരെ വെളി മൈതാനത്ത് കൂടി വിന്യസിക്കാൻ സാധ്യമല്ല എന്ന ഒരു സുരക്ഷാ കാരണമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ സംഘാടകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തങ്ങൾ ബന്ധപ്പെട്ട എല്ലാ അനുമതികളും വാങ്ങിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളിൽ നിന്നെല്ലാം തന്നെ അനുമതികൾ വാങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പപ്പാഞ്ഞിയെ ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. പോലീസിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ തടയാൻ കഴിയില്ല എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മുമ്പും അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങളെ അതൊന്നും തന്നെ ഈ ഒരു ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ തവണയും ഫോർട്ട് കൊച്ചിയിൽ ആളുകൾ എത്താറുള്ളതാണ്. 2 ഭാഗങ്ങളിലായി പപ്പാഞ്ഞിയെ കത്തിക്കുകയും 2 ഭാഗങ്ങളിലായി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു എന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊരു വാദമാണ് പ്രധാനമായും സംഘാടകർ ഈ ഒരു ഇത്തരത്തിൽ വലിയ പപ്പാഞ്ഞിയെ ഉയർത്തിയിരിക്കുന്ന ഗാലേഡി കൊച്ചി ഉയർത്തിയിരിക്കുന്നത്. തുടർന്നാണ് കോടതി 2 പേരുടെയും വിശദമായ വാദങ്ങൾ കേട്ട ശേഷം ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുകയും ഒപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം സുരക്ഷാ പ്രശ്നങ്ങളാണ് അവർക്ക് ഉയർത്താനുള്ളത് എന്ന കാര്യം കൂടി പോലീസിനോട് ആരായുകയും ചെയ്തിരിക്കുന്നത്. അത് സംബന്ധിച്ച വിശദമായ ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കേണ്ടി വരിക. മാത്രമല്ല ഈ ഒരു തിക്കും ഉണ്ടാകാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത്തരമൊരു ആശങ്കയ്ക്ക് എത്രമാത്രം സാഹചര്യമുണ്ട് എന്ന കാര്യം കൂടി കോടതി ആരായുകയും ചെയ്തു. വലിയൊരു ആഘോഷ പരിപാടികളോടെ നടക്കേണ്ട പുതുവത്സര ആഘോഷങ്ങൾ തന്നെയാണ് ഒരു നിയമ യുദ്ധത്തിന്റെ വഴിയെ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ എണ്ണമില്ല അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കാൻ കഴിയില്ല എന്ന കാരണം പറഞ്ഞാണ് ആഘോഷം പോലീസ് തടയുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോടതി സ്വീകരിക്കുന്ന നിലപാടാവും ഇക്കാര്യത്തിൽ നിർണായകമാവുക. ജീഷാണ് വിവരങ്ങൾ നൽകിയത്.